എന്റെ അമ്മയ്ക്ക് ഞാൻ കാരണം കിട്ടിയ ഒരു പണിയുടെ കഥ പറഞ്ഞിട്ടെ. അമ്മയ്ക്ക് മാത്രല്ല എനിക്കും കൂടി കിട്ടിയ ഒരു പണിയായിരുന്നു അത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കൊള്ളിയും പോർക്കുണ്ടാക്കിയാലോ. അങ്ങനെ എന്റെ പ്ലസ് ടു എക്സാമും കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ക്രാഷ് കോഴ്സിന് പോണ സമയട്ടാ. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ പിന്നെ രാത്രിക്ക് വീട്ടിൽ തിരിച്ചെത്തുള്ളൂ. ഇതിന്റെ ഇടയിൽ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് തന്നിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ അമ്മ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, മോൻ കുറെ നേരം പഠിക്കണതല്ലേ, നല്ല വിശപ്പുണ്ടാവില്ലേ, തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ചായക്കടയിൽ കയറി ചായ കുടിച്ചോന്ന്. സത്യം പറയാലോ, എന്റെ അമ്മയുടെ അന്ന് അത്രയും പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ ആളൊരു സമ്മാനത്തിന് ആളത് എനിക്ക് തന്നു. ഞാനാരാ മുതല് ഞാൻ ചായ കുടിക്കുന്ന ബേക്കറിയുടെ തൊട്ടപ്പുറത്ത് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ചായ കുടിച്ച് ബാക്കി വരുന്ന പൈസക്ക് ഞാൻ എന്നും ബജ്ജി വാങ്ങി കഴിക്കും. ഇവിടുത്തെ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് അമ്മേരെ കുറച്ച് പൈസ പൊട്ടിച്ചപ്പോ എനിക്ക് സമാധാനമായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എൻട്രൻസിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു പോയി. പിന്നീട് ഞാൻ ഒരിക്കലും ആ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. എന്നും ആ വഴി ബസ്സിൽ പോകുമ്പോ ഞാൻ ആ തട്ടുകടയിലേക്ക് നോക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് കൊള്ളിയും പോർക്കും റെഡി. എന്തായാലും സാധനം കൊള്ളാട്ടാ. നാട്ടിൽ തിരിച്ചു പോയിട്ട് വേണം അതേ സ്ഥലത്ത് വേറൊരു തട്ടുകടയിട്ട് പകരം വീട്ടാൻ. അപ്പൊ ശരിട്ടാ.